ഹായ് ഫ്രണ്ട്സ്, ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ഡബിൾ റോളാണോ ട്രിപ്പിൾ റോളാണോ എന്നൊന്നും ചോദിക്കരുത്. കാരണം നമ്മൾ എവിടെയും എങ്ങനെയും ഉണ്ടാവും. ഒരേ ടൈം ഒന്നിലധികം ജോലികൾ ചെയ്യാനുള്ള പ്രത്യേക കഴിവുള്ള ജീവികളാണ് ആ വീട്ടമ്മ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ചപ്പാത്തിയാണ്. ഇതിലെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ റേഷൻ കടയിലെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് ആട്ടപ്പൊടി എങ്ങനെ കുഴച്ചെടുക്കാം എന്നുള്ളത് ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. റേഷൻ കടയിലെ പൊടി വെച്ചിട്ട് ഇത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ ആശീർവാദിൻ്റെ ഒക്കെ മാവ് വെച്ച് ഉണ്ടാക്കണ പോലെ നല്ല പൊള്ളി വരണ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഉരുള പിടിച്ച് വെക്കുക എന്നുള്ളതാണ്. കുറച്ച് നേരം ഞാൻ വെക്കേണ്ട ഒരു 5 മിനിറ്റ്. അപ്പോൾ വളരെ അത്യാവശ്യം വലിപ്പത്തിന് തന്നെയാണ് ഉരുളകൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉരുള പിടിക്കണ്ട. ഇതുപോലെ ഉരുള പിടിച്ച് അത്യാവശ്യം ഉരുട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരത്തനാണ്. അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചു റൗണ്ട് ഷേപ്പിൽ ചെയ്യണത് എങ്ങനെയാണെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. പക്ഷെങ്കിൽ ചെയ്ത ഇടം ഒന്ന് പാളിപ്പോയി, ചപ്പാത്തി പലക ഭയങ്കരമായിട്ട് സ്ലിപ്പാവുണ്ടായി. അതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഇതാ പിടിച്ചോ, അങ്ങനെ ലൊക്കേഷൻ മാറ്റി പിടിച്ചിട്ട് ഇത് കണ്ടോ പടപടേന്ന് പരത്തിയെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിൽ വരും. നമുക്ക് ആ ഇട്ടേക്കുന്ന അവിടെ തന്നെ ഇട്ട് തന്നെ പരത്താൻ പറ്റും. തിരിച്ചു മറിച്ചു ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് പൊള്ളി കിട്ടുന്നുണ്ട് ചപ്പാത്തി. അപ്പോൾ ഇത് വളരെ സോഫ്റ്റായിട്ടുമാണ് ഇരിക്കണം കേട്ടോ. അടുത്ത അടുപ്പയിൽ കറിക്കുള്ള സംഭവങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് മാവുണ്ടായിരുന്നൊക്കെ തട്ടിത്തൂത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ചപ്പാത്തി പൊള്ളിക്കിടുന്നത്. കാരണം എണ്ണ തേക്കുന്നില്ല. ശ്രീലാലിന് എണ്ണ ഞാനിപ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എണ്ണ ഇല്ലാതെയാണ് പൊള്ളിച്ചെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല മയമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞിനൊന്ന് കൊടുത്തു നോക്കാം. കുഞ്ഞിന് ഞാൻ ഒരു ചപ്പാത്തിയാണ് കൊടുക്കുന്നത്, ഇളയാൾക്ക്. മൂത്താൾ അത്യാവശ്യം 2 ചപ്പാത്തി കഴിക്കും, ഇളയാൾ ഒരു ചപ്പാത്തിയും കഴിക്കും. അപ്പോൾ ഒരു ചപ്പാത്തി നുള്ളി ഇട്ടിട്ട് ചൂടോടുകൂടെ തന്നെ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വയ്ക്കും. അപ്പോൾ ആ പഞ്ചസാര മെൽറ്റായിട്ട് അവനത് നന്നായിട്ട് കഴിക്കും, നന്നായിട്ട് അതിൽ പിടിക്കും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് വയ്ക്കണം. അപ്പോൾ എൻ്റെ സൗണ്ട് പ്രശ്നമാണ്, ഈ ഒരു വോയിസ് അതിൻ്റെ ഇടയിൽ കട്ടായി പോകണതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി നമുക്കിത് കുഞ്ഞിന് കൊടുക്കാം. കുഞ്ഞെന്ത് പറയുന്നതെന്ന് അറിയാം. അപ്പോൾ അതേ കുഞ്ഞപ്പൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.